നല്ല മഴ. ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത മുടിയാണ്, നല്ല താനെ സ്റ്റൈലാണ് അവിടെ. ഇത് ഫുൾ ജടയാണ് കേട്ടോ. 25-ാം തീയതി നവംബറാണ് ഇന്ന്. അപ്പോൾ വ്യാഴാഴ്ചയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളി അപ്പവും കിഴങ്ങ് കറിയും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഒരു സിനിമ, ഏത് സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സിനിമ ഇന്ന് റിലീസുണ്ട്. അവനോട് മഴയത്ത് പോകണ്ടെന്ന് പറഞ്ഞു. ഫുൾ മഴയാണ് കേട്ടോ ഇവിടെ. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല മറ്റേ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായില്ല, അതിൻ്റെ ഫലമായിട്ടായിരിക്കും രാവിലെ എണീറ്റപ്പോൾ തൊട്ട് മഴയാണ്. ഇപ്പോൾ സമയം ഒരു 11 മണി ആകാറായിട്ടുണ്ട്. രാവിലെ പൊളി എന്ന് പറഞ്ഞാൽ ഇത്ര അടിപൊളി പഴംപൊരി കടയിൽ പോലും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് കടയിലതാണ് ഇഷ്ടം, പക്ഷേ ഇത് അടിപൊളിയാണ്. ഉള്ള മീൻ മുളകിട്ടതും പുരുഷ മീൻ മരിച്ചിനി ഇത്ര എടുത്തിട്ട് വന്ന് ഇവിടെ തിരുവനന്തപുരം ഈ സൈഡിലോട്ടൊക്കെ ചോറിങ്ങനെ മീൻ മരിച്ചിനായിട്ട് കഴിക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് വടക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാറില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് ഇനി ഒരു ദിവസം കാണിച്ചു തരാം. നവംബർ 25-ാം തീയതി 25th നവംബർ. ഇപ്പോൾ 9 വരെയായി, 6:30 ഇരിക്കുകയാണ്. നല്ല മഴ. ഹായ് ഫ്രണ്ട്സ്. 25-ാം തീയതി നവംബറാണ് ഇന്ന്. അപ്പോൾ വ്യാഴാഴ്ചയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളി അപ്പവും കിഴങ്ങ് കറിയും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഒരു സിനിമ, ഏത് സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സിനിമ ഇന്ന് റിലീസുണ്ട്. കാവൽ, അത് റിലീസാണോ എന്തോ അറിഞ്ഞൂടാ. അത് കാണാൻ, അതാണെന്ന് തോന്നുന്നുട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ട അമ്മ ചെറിയൊരു കറിവേപ്പിലാണ്. അവനോട് മഴയത്ത് പോകണ്ടെന്ന് പറഞ്ഞു. ഫുൾ മഴയാണ് കേട്ടോ ഇവിടെ. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല മറ്റേ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായില്ല, അതിൻ്റെ ഫലമായിട്ടായിരിക്കും രാവിലെ എണീറ്റപ്പോൾ തൊട്ട് മഴയാണ്. ഇപ്പോൾ സമയം ഒരു 11 മണി ആകാറായിട്ടുണ്ട്. രാവിലെ ഞാൻ ഒരു 9:30 ആയപ്പോഴാണ് എണീറ്റ്. മഴയും ഉണ്ട്, പിന്നെ അറിയാമല്ലോ ഞാൻ ലേറ്റായിട്ടാണ് കുറച്ച് എണീക്കുക. നല്ല ശീലം അല്ല, അതുകൊണ്ട് മാറ്റണം. ഇപ്പോൾ നല്ല അപ്പവും കിഴങ്ങ് കറിയും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ അടുക്കളയിൽ അങ്ങനെ സഹായിക്കുന്നില്ല, അമ്മയാണ് ഉണ്ടാക്കുക. കുറച്ച് ദിവസം കൂടി അങ്ങനെ ചെയ്തിട്ട് അടുത്ത് ഞാൻ കൂടുതൽ ചെയ്യും, അമ്മ എന്നെ സഹായിക്കും, അങ്ങനെ ആക്കും. കാരണം എനിക്കിപ്പോൾ വീഡിയോസ് കുറച്ച് എഡിറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ ക്ലീൻ ചെയ്ത് എങ്ങനെയെങ്കിലും അമ്മയുടെ ഒന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് അമ്മ സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ദിവസത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ ഞാനും കയറണം. അപ്പോൾ ഇപ്പോൾ ചേച്ചി സഹായിച്ചു കൊടുക്കും അമ്മയ്ക്ക്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യും. അവൾക്ക് ബിസി ആയിരിക്കും, അറിയില്ല, വലിയ ബിസിയൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ. ചായയുണ്ട്, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പഴംപൊരി ഉണ്ട്, കാണിച്ചൊരി ഉണ്ട്. ഇത് ഷേപ്പില്ലാന്നേ ഉള്ളൂ, അമേസിങ് ടേസ്റ്റാണ്. പൊളി എന്ന് പറഞ്ഞാൽ ഇത്ര അടിപൊളി പഴംപൊരി കടയിൽ പോലും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് കടയിലതാണ് ഇഷ്ടം, പക്ഷേ ഇത് അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ എന്തോന്നാണ്, പിന്നെ ഇവിടെ ഭയങ്കര മഴ. രാവിലെ എണീറ്റ് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മഴയല്ല, എന്നാലും നല്ല മഴ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് എഡിറ്റിംഗ് ഒക്കെ തുടങ്ങട്ടെ. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും അടുക്കളയിൽ കയറേണ്ടി വരും, വീഡിയോസ് എല്ലാം ഡംപായി കിടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ കഴിക്കട്ടെ, സമയമില്ല. അല്ല, അടിപൊളി ചായയും കൂടെ ഉണ്ട് കേട്ടോ. മുടി ഒട്ടുമേ ശ്രദ്ധിക്കാതെ മുടി ഇങ്ങനെ ജട കെട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജടയായി പോകുന്ന കുട്ടികളാരെങ്കിലും ഉണ്ടോ? ഇതല്ല കേട്ടോ, ഇനിയുണ്ട്, പക്ഷെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിക്കാത്തതുകൊണ്ട് നനയ്ക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ജട കെട്ടണേന്ന്. അല്ല, തല കോതി ഒതുക്കി കെട്ടാതെ നിങ്ങൾ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ എനിക്ക് അവിടെ ഫുള്ളുണ്ട്. പക്ഷേ എനിക്ക് ബാക്കിൽ നിന്ന് ആരെങ്കിലും ഷൂട്ട് ചെയ്ത് തന്നാൽ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത മുടിയാണ്, നല്ല താനെ സ്റ്റൈലാണ് അവിടെ. ഇത് ഫുൾ ജടയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഭയങ്കര ഇങ്ങനെ കുളിച്ചിട്ട് അങ്ങനെ ജട ഇറക്കുകയൊന്നുമില്ല, അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇനി എനിക്ക് ശ്രദ്ധിച്ചു തുടങ്ങണം. അപ്പം ഇങ്ങനെ മുടി ഇങ്ങനെ ജട കെട്ടും. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് പതിയെ അതെല്ലാം കൂടി ഇങ്ങനെ വിടിവിച്ചെടുക്കും. അപ്പം ഞാൻ വെറുതെ അത് ഓർത്തുകൊണ്ട് കാണിച്ചു തന്നതേ ഉള്ളൂ. ഒരുപാട് ജട കെട്ടിപ്പോയിട്ട് ഒരുപാടല്ല, ഇങ്ങനെ ചെറിയ ചെറിയ കട്ട പോലെ ആയിപ്പോയി. അമ്മയൊക്കെ അറിഞ്ഞാൽ കൊല്ലും. വേറെ ശരിയാകട്ടെ. ഒന്നും ഇതുവരെ മടക്കി വെച്ചില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് മടക്കി ഒതുക്കി വയ്ക്കണം. ജസ്റ്റ് ഒരു കാട്ടിക്കൂട്ടൽ തന്നെ, എന്നാലും ഒന്ന് മടക്കി വെക്കണം. ഇപ്പോഴത്തെ മിച്ചം പിടിച്ച് ഇത്രയും വെച്ചിട്ടുണ്ട്. താഴെ വേറെ ഉണ്ട്, എന്നാലും ഞാൻ കൊണ്ടുവന്നത് ഇത്രയും വെച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. 1-2 കൂടി കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകും, എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ചിലപ്പോൾ വീഡിയോ നോക്കാനും ഒക്കെ സമയമെടുക്കും. വ്ളോഗ്സൊക്കെ കാണും, ഹിന്ദി സീരിയലും കാണും. അപ്പം
നല്ല മഴ പുറത്ത്, കണ്ടിന്യൂസ് ആയിട്ട് മഴയുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. തണുത്ത് പോയി. പക്ഷേ എനിക്ക് പൊതുവേ ചൂട് ഭക്ഷണങ്ങളൊന്നും തന്നെ എനിക്ക് പറ്റില്ല കഴിക്കാൻ. എല്ലാം കുറച്ച് തണുത്ത ഭക്ഷണം എനിക്ക് പറ്റുള്ളൂ. പിന്നെ അതുപോലെ ക്ഷമ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ടൈപ്പാണ് ഞാൻ, പറ്റല്ല. അപ്പോൾ ചൂട് ഭക്ഷണം എനിക്ക് പറ്റില്ല. ഒരു ഭക്ഷണം എനിക്ക് അങ്ങനെ ചൂട് ഭക്ഷണം, ഇപ്പോൾ ചൂട് ബിരിയാണി, ചൂട് ചായ ഒരു മീഡിയം ചൂട് വേണം, ഒരുപാട് ചൂട് പാടില്ല. ഒരു മീഡിയം ചൂടിൽ ഞാൻ ഒറ്റ വലിക്ക് കുടിക്കും ചായ. ഡ്രിങ്ക്സ് ആൽക്കഹോളൊന്നും ഞാൻ കുടിക്കില്ല കേട്ടോ. ഒറ്റ വലിക്ക് കുടിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ഇൻജൂറീസ് ടു ഹെൽത്ത് ആണല്ലോ. അതൊന്നും വിഷയമല്ല. പക്ഷേ ഞാൻ ചായ ഒരു ടീ അഡിക്റ്റ് ഏകദേശം ആണെന്ന് പറയാം. ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര. അപ്പം ഇതിപ്പോൾ നല്ല തണുത്ത് പോയി, കാരണം ഫുൾ മഴയല്ല. അതുകൊണ്ട് എന്നാലും ടേസ്റ്റിനും ഒരു കുഴപ്പമില്ല. അടിപൊളി. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി റെസിപ്പി ഉണ്ടാക്കും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, കാണിക്കും വരാം. അടിപൊളി ടേസ്റ്റാവുന്നത് നമുക്ക് ഇതുപോലെ. എനിക്ക് സൂപ്പർ സോഫ്റ്റ് ഫുഡൊക്കെയാണ് ഇഷ്ടം. ക്രഞ്ചിയായിട്ട് ഉള്ളി പക്കാവടയൊക്കെ ഇഷ്ടമാണ്, എന്നാലും സോഫ്റ്റ് ഫുഡാണ് ഇഷ്ടം. ക്രീം ബിസ്ക്കറ്റൊക്കെ കഴിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് വാഴക്കപ്പം ഇഷ്ടമുള്ളവർ മാവ് കലക്കുമ്പോൾ അതിൽ കുറച്ച് ദോശമാവും കൂടി ചേർക്കുക. ഭയങ്കര പൊളിച്ച ദോശമാവ് വേണ്ട, എന്നാലും ഒരു 5 പഴത്തിനൊരു നമ്മുടെ നോർമൽ ഒരു കുഞ്ഞു ചായക്കപ്പാണെങ്കിൽ അതിലൊരു 3/4 കപ്പൊക്കെ ചേർക്കാം. അതിൽ 1 കപ്പ് വരെ ചേർക്കാം, വേണ്ട 3/4 കപ്പ് മതി, കൂടി പോകും. ഇനി നിങ്ങൾക്ക് ആവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള വാഴക്കപ്പമാണെങ്കിൽ ദോശമാവ് ചേർക്കാൻ പാടില്ല, പകരം ഇത് ചേർത്താൽ മതി, അരിപ്പൊടി. ഞാൻ കുക്കിങ്ങിനെ പറ്റി വലിയ അറിവ് ഉള്ള ആളല്ല, അത് നേടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഫുഡിൻ്റെയൊക്കെ ഏറ്റവും മോസ്റ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് ലഡു, മൈസൂർ പാക്ക്, ഇതെല്ലാം ഞാൻ നല്ല അമേസിംഗ് ആയിട്ട് ഉണ്ടാക്കും. പായസം, പക്ഷേ ചിക്കൻ കറി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫ്ലോപ്പാവും, കുളവും, നന്നാവും, ഫ്ലോപ്പാവും, അങ്ങനെ പല സമയത്ത് പല ഇതാണ്. അപ്പോൾ എന്തായാലും ജോലിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അമ്മേ, God bless. ഞാൻ ചോറും വാളമീനും മുളകിട്ടതും പൊരിച്ച മീൻ, മരിച്ചിനി ഇത്ര എടുത്തിട്ട് വന്ന്. ഇവിടെ തിരുവനന്തപുരം ഈ സൈഡിലോട്ടൊക്കെ ചോറിങ്ങനെ മീനും മരിച്ചിനിയായിട്ട് കഴിക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് വടക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കഴിക്കാറില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് ഇനി ഒരു ദിവസം കാണിച്ചു തരാം. ഇവിടെ ഞങ്ങളങ്ങനെ അധികം മുളകിട്ടത് ഉണ്ടാക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്ക് തേങ്ങ വേണ്ടല്ലോ, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കും. അപ്പോൾ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. പിന്നെ നമുക്ക് എപ്പോഴും തേങ്ങ ഉപയോഗിച്ച് ഇത് നല്ല വെറൈറ്റിയും കൂടിയായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. സാധാരണ എൻ്റെ ചോറ് പാത്രത്തിൻ്റെ അരപാത്രം മീൻ കറി തന്നെയായിരിക്കും, പക്ഷേ ഇത് മുളകിട്ടതല്ലേ, അപ്പോൾ കുറച്ചല്ലേ അതിൽ മൊത്തത്തിൽ കാണുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് വന്നു. പിന്നെ ഇത് മരിച്ചിനി, ഇത് വാള എന്ന് പറയുന്ന ഒരു മീനാണ്, എൻ്റെ ഫേവറേറ്റ് മീനാണ്. ഈ പ്രാവശ്യം ഇത് ഭയങ്കര വിലയാണ്, ഒരെണ്ണത്തിന് തന്നെ ഒരു 300 രൂപയൊക്കെ കൊടുക്കണം കേട്ടോ. സീസൺ ആണെങ്കിൽ ആ സമയത്ത് കിട്ടുള്ളൂ. സീസൺ ആകുമ്പോൾ ഈ സമയമാണ്, ഒരു മാസമൊക്കെ മുന്നേ തുടങ്ങി സീസൺ. അപ്പോൾ ഇത് ഭയങ്കര വിലയാണ്, 300 രൂപയാണ് ഒരെണ്ണമൊക്കെ. വലുതാണ് അത്യാവശ്യം, ചിലപ്പോൾ 400 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അമ്മേരെ ഞാൻ കഴിഞ്ഞ വർഷമേ പറഞ്ഞത് ഭയങ്കര വിലയായിട്ട് നമ്മൾ ആവശ്യത്തിന് വാങ്ങുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷമേ പറഞ്ഞു വെച്ചിരുന്നു, അമ്മ ഈ പ്രാവശ്യം ഇത് വാളമീൻ്റെ സീസൺ ആകുമ്പോൾ ഒരുപാട് വാങ്ങിക്കണേ അമ്മ പ്ലീസ്, നമുക്ക് ഒരുപാട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരുപാട് ദിവസം ഞങ്ങൾ വാളമീൻ അമ്മ കാശാകും, എന്നാലും ഒരു 2 എണ്ണം വാങ്ങിക്കാൻ തന്നെ 800-900 രൂപയൊക്കെ ആവും. ഞങ്ങളിവിടെ അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ അത് വേണ്ടിയും വരും. എന്നാലും അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അത് 2 ദിവസമായിട്ടൊക്കെ എടുക്കും, അപ്പോൾ കുറച്ച് നഷ്ടം കുറയ്ക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ കുറേ ദിവസമായപ്പോൾ എനിക്ക് തന്നെ മടുത്ത അമ്മ വാങ്ങിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വേണ്ട അമ്മ, ഇനി അടുത്ത വർഷം ആയാലും കുഴപ്പമില്ല, വല്ലപ്പോഴും വേണമെങ്കിൽ അമ്മയ്ക്ക് തോന്നുന്നെങ്കിൽ വാങ്ങിയാൽ മതി. അങ്ങനെ അമ്മ വാങ്ങിയതാണ്. ഇന്ന് മീൻ കിട്ടിയതുകൊണ്ട് ഇത് വാങ്ങിയതേ ഉള്ളൂ. പിന്നെ എന്താണ്, ഇപ്പോൾ സമയം ഇവിടെ 3 മണിയായി. ഞാൻ തിരുവനന്തപുരത്താണല്ലോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ നിന്നിട്ടില്ല ഇന്ന്, നല്ല ഇരുണ്ട ക്ലൈമറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സമയമാണ് മഴയുടെ ഒരു ക്ലൈമറ്റ്. ആർക്കും ഒരു ആപത്തും പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. തുണി എനിക്ക് പെട്ടെന്ന് ജലദോഷം തുമ്മലും ഒക്കെ വരും. അതുപോലെ തന്നെ തുണി നമുക്ക് ഉണക്കാനും ബുദ്ധിമുട്ടാണല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരോ എന്തോ ട്രോളും ഇടയ്ക്കൊക്കെ ചേച്ചി പറയാനായിട്ടു എന്തോ ഡ്രസ്സ് ഉണങ്ങില്ലാന്ന്. അപ്പോൾ എന്തായാലും അടിവസ്ത്രം ഒരു ഉണങ്ങണില്ല, അത്ര മഴയാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേയുള്ള മഴയ്ക്ക്. ഓക്കെ, അടിവസ്ത്രത്തിന് അവർ പ്രത്യേക പേര് പറയുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ ഡ്രസ്സ് ഉണക്കാൻ നമുക്ക് പാടാണെങ്കിൽ പോലും മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ഫേവറേറ്റ് ക്ലൈമറ്റാണ്. ഞാൻ തന്നെ പറയും, കഴിഞ്ഞ ജന്മം ഞാൻ മയിലായിരുന്നു എന്ന് തോന്നുന്നു. മഴ കാണുമ്പോൾ എനിക്ക് അപ്പം ഭയങ്കര സന്തോഷമാണ്. അമ്മ തന്നെ പറയും മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തേ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വഴക്ക് പറയും. അപ്പോൾ എന്തായാലും പുറത്ത് നിൽക്കില്ല കേട്ടോ, ഞാൻ മഴ നനയില്ല. കാരണം എനിക്ക് മഴ നനഞ്ഞാൽ അപ്പം എനിക്ക് തുമ്മലും ജലദോഷം വരും. ഭയങ്കര ഒരു ഇമ്മ്യൂണിറ്റി അത്ര ഹെൽത്തി ആയിട്ടുള്ള ആളല്ല ഞാൻ.
അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഹെൽത്തി ആവണം കറക്റ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തുമ്മലൊക്കെ വരും. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ മഴയത്ത് നിൽക്കാറില്ല.